നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മലപ്പുറം തിരുവാലിയിൽ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ സർവേ തുടങ്ങും. വീടുകളിൽ കയറിയിറങ്ങി രോഗലക്ഷണമുള്ള ആളുകളെ കണ്ടെത്താനുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രാവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ആരോഗ്യവകുപ്പ് റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. തിരുവാലിയിലെ 4, 5, 6, 7 വാർഡുകളും സമീപത്തെ മാമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത്. മലപ്പുറം ജില്ലയിലെ 2 പഞ്ചായത്തുകളിലായി 5 വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നബിദിന ഘോഷയാത്ര മാറ്റിവെക്കാനുള്ള നിർദ്ദേശവും ഈ വാർഡുകളിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ തിരുവാലി പഞ്ചായത്തിലെ ആളുകൾക്ക് മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണിപ്പോൾ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ സ്വദേശിയായ 24-കാരനാണ് നിപ്പ വൈറസ് ബാധിച്ചു മരിച്ചത്. ഈ മാസം 9-ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു യുവാവ് മരിച്ചത്. സംശയമുയർന്നതോടെ ഉടൻ തന്നെ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പരിശോധന ഫലം പോസിറ്റീവായതോടെ ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധന ഫലത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്തിമ സ്ഥിരീകരണം നടത്തിയിരുന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി 16ഓളം കമ്മിറ്റികൾ ഇന്നലെ രൂപീകരിച്ചു. ബാംഗ്ലൂരിൽ പഠനം നടത്തി വരികയായിരുന്ന യുവാവ് ഹൈപ്പറൈറ്റിസ് രോഗലക്ഷണങ്ങളോടെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. 151 പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് ഇതുവരെ പുറത്തുവിട്ടത്. പനി ബാധിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 4 സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ നേടിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുകൂടാതെ സുഹൃത്തുക്കളുമായി യുവാവ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുമുണ്ട്. നിലവിൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്.